നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം ഇതാ ബി.ജെ.പിയിൽ അടപടലം, വലിയ നീറ്റലും പുകച്ചിലുമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ബി.ജെ.പി നേതൃത്വം വളരെ ബുദ്ധിപരമായി എടുത്ത തീരുമാനമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നൊക്കെ പറയുന്നവരോട് കൃത്യമായി അഭിജിത്ത് ദീപ്കയും സംഘവും പറയുകയാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെങ്കിൽ അടുത്തത് നിങ്ങളുടെ പ്രധാനിയായ നിതിൻ ഗഡ്കരി തന്നെയാണ്. ഗഡ്കരിയുടെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. ഈ രാജ്യത്ത് ശുദ്ധമായിട്ടുള്ള പെട്രോൾ, അതായത് ഇന്ധനത്തിൽ പോലും മായം കലർത്തി ജനങ്ങളെ പറ്റിക്കുന്നു, കബളിപ്പിക്കുന്നു. പെട്രോളിൻ്റെ വില ലോക രാജ്യങ്ങളിൽ ഒരിടത്തും ഇല്ലാത്ത തരത്തിലാണ് ഇന്ത്യയിലുള്ളത്. ആ രീതിയിൽ ഇന്ത്യയിൽ കൊള്ള വില സർക്കാർ ചോദിച്ചു വാങ്ങുമ്പോഴും ശുദ്ധമായ പെട്രോള് അല്ലെങ്കിൽ യഥാർത്ഥ റിഫൈൻഡ് ആയിട്ടുള്ള പെട്രോൾ അല്ല കൊടുക്കുന്നത്, എത്തനോൾ കലർന്ന പെട്രോളാണ് കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. E20 ജനതാ പാർട്ടി എന്ന രീതിയിൽ പുതിയ വെബ് പേജ് തുടങ്ങി ഐതിഹാസികമായ സമരം നടത്തി സർക്കാരിന് കൂടുതൽ പ്രഹരം നൽകാനുള്ള ശ്രമമാണ്. 5 കൊല്ലം കാലാവധി തേക്കാൻ നരേന്ദ്രമോദിയെ അനുവദിക്കില്ല എന്ന് അഭിജിത്ത് ദീപ്കയും സംഘവും പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അഭിജിത്ത് ദീപ്കയും സംഘവും ഇതിനു മുമ്പും കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ പ്രക്രിയകൾ വളരെ ഭംഗിയായി നടത്തിയിട്ടുണ്ട്. അവരെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം ഇന്ത്യ രാജ്യത്ത് ബി.ജെ.പി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരുന്നത്. അഭിജിത്ത് ദീപ്കെ അടക്കമുള്ളവർ കൃത്യമായി അത് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നു. ഈ രാജ്യത്ത് ബി.ജെ.പിയുടെ അട്ടിമറി മുന്നേറ്റങ്ങളെ തടുക്കാൻ ഏതൊക്കെ ശ്രമങ്ങളാണ് നടത്തേണ്ടത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവരെ അധികാരത്തിന് പുറത്താക്കാൻ ഏതൊക്കെ വഴികളാണ് ഉള്ളത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഭരണഘടനയോടും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളോടും മതേതര മൂല്യങ്ങളോടും പുച്ഛമായിരുന്ന ബി.ജെ.പി അത് പെട്ടെന്ന് അങ്ങനെയൊന്നുമല്ല എന്ന് നരേന്ദ്രമോദിയെ കൊണ്ട് സമസ്താപരാധം മാപ്പ് പറയിപ്പിച്ച് അർദ്ധരാത്രി ലൈവിൽ വന്ന് ഞാൻ ഇവിടുത്തെ യുവാക്കളുടെ അവരുടെ ആശയങ്ങളോടും അവരുടെ നിലവിലെ ചിന്തകളോടും വളരെ സമന്വയത്തോടെ പെരുമാറുന്നു എന്ന് പറയിപ്പിക്കാൻ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തുകൊണ്ടും ഒത്ത എതിരാളിയായി CJP മാറുന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ എല്ലാം തന്നെ പലരും കപിൽ സിബലിനെ അംഗീകരിക്കുകയാണ്. അവർ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് CJI അദ്ദേഹം, അതായത് സൂര്യകാന്ത്, ഇപ്പോൾ ആകെ നടുങ്ങിയിരിക്കുകയാണ്. ബി.ജെ.പിയിലെ പല പ്രമുഖരെയും താഴെ ഇറക്കാൻ താൻ വഴിയൊരുക്കിയിരിക്കുന്നു. താൻ ഒരു സ്പൈ ആണോ, ബി.ജെ.പിയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ചാരപ്പണി ചെയ്യുന്ന വ്യക്തിയാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചീഫ് ജസ്റ്റിസിനെ പരിഹസിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന വാചകം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.